കുഞ്ഞുനാളിൽ കൊട്ടാരത്തിലെ വിശാലമായ പൂന്തോട്ടങ്ങൾ അവരുടെ കളിസ്ഥലങ്ങളായി മാറി. നൂറുകണക്കിന് വർണ്ണങ്ങളുള്ള പൂക്കൾക്കിടയിലൂടെ അവർ ഓടിച്ചാടി നടന്നു. ഹുസ്നുൽ ജമാൽ ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടക്കുമ്പോൾ അവളെ സംരക്ഷിക്കുന്ന ഒരു നിഴൽ എന്നോണം ബദറുൽ മുനീർ എപ്പോഴും കൂടെയുണ്ടായിരുന്നു. അന്നു തന്നെ പരസ്പരം കാണാതിരിക്കാൻ പറ്റാത്ത വിധം ഒരു ആത്മബന്ധം അവർക്കിടയിൽ വളർന്നിരുന്നു. അവരുടെ പഠനം പോലും ഒരുമിച്ചായിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ ഗുരുക്കന്മാരായിരുന്നു അവരെ പഠിപ്പിക്കാൻ എത്തിയിരുന്നത്. അക്ഷരങ്ങളോടൊപ്പം തന്നെ വാൾപ്പയറ്റും അമ്പയത്തും പഠിക്കുന്ന മുനീറിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജമാലിനെ നമുക്കവിടെ കാണാം. ആരും കാണാതെ തൻ്റെ കുഞ്ഞു വിരൽ കൊണ്ട് മുനീറിന്റെ അമ്പും വില്ലും എടുത്ത് അവൾ ചിരിക്കാറുമുണ്ട്. ജമാൽ ചിത്രങ്ങൾ വരയ്ക്കാനിരിക്കുമ്പോൾ അവൾക്ക് വർണ്ണങ്ങൾ ചാർത്തി കൊടുക്കുന്നത് മുനീറായിരുന്നു. അവളുടെ ചിത്രങ്ങളിൽ എപ്പോഴും രണ്ട് കുട്ടികളുടെ മുഖങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് അവളെപ്പോലെയും മറ്റൊന്ന് തൻ്റെ ഉറ്റ സുഹൃത്തിനെ പോലെ. കൊട്ടാരത്തിലെ മുതിർന്നവർക്കും ഹുസ്നുൽ ജമാലിന്റെ അമ്മയായ രാജ്ഞിക്കും ഈ അടുപ്പത്തിൽ വല്ലാതെ അസ്വസ്ഥതയായിരുന്നു. അവർ പലപ്പോഴായി രാജാവിനോട് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോഴെല്ലാം രാജാവ് അത് ചിരിയോടെ കേട്ടിട്ട് പറയും, അവർ കുട്ടികളല്ലേ, അവരുടെ ലോകം നിഷ്കളങ്കമാണ്, വളരുമ്പോൾ എല്ലാം തനിയെ മാറും എന്നായിരുന്നു മറുപടി. എന്നാൽ രാജ്ഞിയുടെ ഉൾമനസ്സിൽ പറയുമായിരുന്നു, ഈ ബന്ധം കേവലം ഒരു കുട്ടിക്കളിയിൽ ഒതുങ്ങില്ല എന്ന്. കാലം ഒരു പുഴ പോലെ പിന്നെയും ഒഴുകിക്കൊണ്ടിരുന്നു. കുട്ടിക്കാലത്തിന്റെ കളിച്ചിരികൾ ഓർമ്മകളായി മാറി. ഹുസ്നുൽ ജമാലും ബദറുൽ മുനീറും യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. അവരുടെ രൂപത്തിലും ഭാവത്തിലും മാറ്റങ്ങൾ വന്നു. ബദറുൽ മുനീർ ഇപ്പോൾ കാഴ്ചയിൽ ഒരു ധീരനായ യുവാവായി മാറി. അവന്റെ സൗന്ദര്യത്തെക്കുറിച്ച് നാട്ടിലെ യുവതികൾക്കിടയിൽ സംസാരമായി. എന്നാൽ അവന്റെ കണ്ണുകളിൽ എപ്പോഴും ഒരേ ഒരാൾ മാത്രമായിരുന്നു. ഹുസ്നുൽ ജമാലിന്റെ കാര്യവും ഒട്ടും വ്യത്യസ്തമല്ല. കവികൾ വർണ്ണിക്കുന്നതിലും അപ്പുറമായിരുന്നു അവളുടെ സൗന്ദര്യം. എന്നാൽ ആ സൗന്ദര്യത്തിനുമപ്പുറം അവളുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമായിരുന്നു ബദറുൽ മുനീർ.